എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശനത്തിനുള്ള കീം പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കില്ല. CBSE റീവാലുവേഷൻ ഫലവും സമർപ്പിക്കാൻ സമയം നൽകും. തീരുമാനം വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന മാനിച്ച് ഒരാളുടെയും അവസരം നഷ്ടമാകില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. പുതിയ ഫലപ്രഖ്യാപന തീയതി പിന്നീട് അറിയിക്കും. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ തീരുമാനത്തിൽ മുഖ്യമന്ത്രി പിന്നോട്ട് പോയേക്കും. കൂടിയാലോചനകൾ ഉണ്ടായില്ലെന്ന് കോൺഗ്രസിൽ ആക്ഷേപം. അതൃപ്തി പരസ്യമാക്കി KC വേണുഗോപാലും മുഖ്യമന്ത്രിയോട് വിയോജിച്ച് എക്സൈസ് മന്ത്രിയും. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതിയിൽ മുൻ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹരീഷിനെതിരെ കടുത്ത ഭാഷയിൽ ഹൈക്കോടതി. ഉത്തരവ് മനസ്സിലായില്ല എന്ന് ചോദ്യം. നിരുപാധികം മാപ്പ് ചോദിച്ചിട്ടും കോടതി വിട്ടില്ല. രേഖാമൂലം വിശദീകരണം വേണം. പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവ് പുതിയ വകുപ്പ് സെക്രട്ടറി ഹാജരാക്കണമെന്നും കോടതി. കണ്ണൂർ വാണിയപ്പാറ പള്ളി സെമിത്തേരിയിലെ ദുരൂഹതകളുടെ ചുരുളഴിക്കാൻ പോലീസ്. കല്ലറയിൽ നിന്നും ലഭിച്ചത് കാണാതായ സിജോസ് കറിയുടെ മൃതദേഹമെന്ന് സംശയിച്ച കുടുംബം. ജോസിന്റെ തിരോധാനത്തിൽ 7 വർഷം മുമ്പ് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. കല്ലറയിലെ പായിൽ പൊതിഞ്ഞ വസ്തു പരിശോധിക്കണമെന്ന് പള്ളി വികാരിയും ഇടവക അംഗങ്ങളും. അമ്മ സംഘടനയിലെ തർക്കത്തിൽ ശ്വേതാ മേനോൻ അൻസിബയുടെ മുന്നിൽ മുട്ടുമടക്കിയെന്ന് മാലാ പാർവതി. എല്ലാ അംഗങ്ങളും അൻസിബയ്ക്കൊപ്പം നിന്നുവെന്നും മാലാ പാർവതി. ശ്വേതാ മേനോൻ ഇന്ന് മാധ്യമങ്ങളെ കാണാൻ സാധ്യത. വാട്സപ്പ് ഗ്രൂപ്പിലെ രാജ്യപ്രഖ്യാപനം നടത്തി ലക്ഷ്മി പ്രിയ. KSRTC പ്രിയദർശിനി സൗജന്യ യാത്ര തുടരാം. എതിർപ്പുന്നയിച്ച പൊതു താൽപര്യ ഹർജി തള്ളി ഹൈക്കോടതി. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസിൽ സ്വകാര്യ ആശുപത്രികളെയും പങ്കാളികളാക്കുമെന്ന് മുഖ്യമന്ത്രി. 10 കോടി അനുവദിച്ചത് പദ്ധതി റിപ്പോർട്ടുണ്ടാക്കാൻ. പദ്ധതി നടപ്പാക്കുക വിശദമായ ചർച്ചയ്ക്കു ശേഷം. പകർച്ചപ്പനി ആയുധമാക്കി പ്രതിപക്ഷം നിയമസഭയിൽ. ഉത്തരവാദിത്തങ്ങളിൽ നിന്നും സർക്കാർ ഒളിച്ചോടുകയാണെന്ന ആരോപണം. 10 വർഷം തകർത്ത സിസ്റ്റത്തെയാണ് നേരെയാക്കാൻ ശ്രമിക്കുന്നതെന്ന് മന്ത്രി. പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് വിവാദത്തിൽ അന്വേഷണം ഊർജിതമാക്കണമെന്ന് ഫാത്തിമ തഹ്ലിയ. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തെക്കാൾ ഗുരുതരം. PM ശ്രീയെ അനുകൂലിക്കാൻ ലീഗിന് കഴിയില്ല. കഴിഞ്ഞ സർക്കാർ ഉണ്ടാക്കിയ കെണി ഈ സർക്കാർ പരിഹരിക്കും. നിലവിളക്ക് കൊളുത്തിയതിൽ നിലപാട് പറഞ്ഞും ഫാത്തിമ തഹ്ലിയ. അഭിമുഖം ഇന്ന് ന്യൂസ് 18. സമാധാന ചർച്ചകളിൽ കരിനിഴൽ വീഴ്ത്തി ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത പ്രസ്താവനകൾ. ഹോർമുസ് തുറന്നില്ലെങ്കിൽ ഇറാനെതിരെ ഉടനടി ആക്രമണം. ഹിസ്ബുള്ളയെ പിന്തുണച്ചാൽ തിരിച്ചടി. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് ട്രംപിനോട് ഇറാൻ. ഖത്തറിലെ പ്രധാന പ്രകൃതിവാതക പ്ലാന്റിൽ വൻ സ്ഫോടനം. 54 പേർക്ക് പരിക്ക്, 18 പേരെ കാണാതായി. ദുരന്തം ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ അടച്ചിട്ട പ്രവർത്തനം പുനരാരംഭിക്കാനുള്ള ശ്രമത്തിനിടെ. ഇസ്രയേലിൽ നെതന്യാഹുവിന് വൻ തിരിച്ചടി. യുദ്ധം തോറ്റെന്ന് 92% ഇസ്രയേലികളും. ജനവികാരം നിഴലിക്കുന്ന സർവേയുമായി ഇസ്രയേൽ യൂണിവേഴ്സിറ്റി. ട്രംപിനും വൻ വിമർശനം. വിഴിഞ്ഞം കാണാനെത്തിയ ഹോമിയോ ഡോക്ടറെ കടലിൽ വീണ് കാണാതായി. വയനാട് സ്വദേശി ശ്രീജിത്തിനായി തിരച്ചിൽ തുടരുന്നു. അപകടം മുഹമ്മദിയുദ്ദീൻ പള്ളിക്ക് സമീപം. ശ്രീജിത്ത് വയനാട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്നത് സുഹൃത്തിന്റെ കല്യാണം കൂടാ. BJPയെ വെട്ടിലാക്കി അയോധ്യ. നടന്നത് 1200 കോടിയുടെ കൊള്ള. ക്രമക്കേടുകൾ ഏറെയും നടന്നത് മഹാകുംഭമേളക്കാലത്ത്. റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. ട്രസ്റ്റ് ഭാരവാഹികൾ അയോധ്യ വിട്ടു പോകരുതെന്ന് SIT.
തമിഴ്നാട്ടിൽ ഒന്നിക്കാൻ ദ്രാവിഡ പാർട്ടികൾ. ലക്ഷ്യം TVKയുടെ സ്വാധീനം തടയൽ. ഇരു പാർട്ടികളും ഒരേ ദ്രാവിഡ പ്രത്യയശാസ്ത്രം പങ്കിടുന്നവരാണെന്ന് വിശദീകരണം. CPM-ഉം CPI-യും മുന്നണി രീതിയിൽ ഒന്നിച്ചത് മാതൃകയാക്കാൻ നീക്കം. ലോകകപ്പിൽ വീണ്ടും കേപ്പ് വെർഡെയുടെ വിസ്മയം. ഉറുഗ്വേക്കെതിരെ 2 ഗോൾ അടിച്ച് സമനില. സൗദിയെ മറുപടിയില്ലാത്ത 4 ഗോളിന് തകർത്ത് സ്പെയിൻ. ന്യൂസിലൻഡിനെതിരെ ഈജിപ്തിന് ജയം. ബെൽജിയം ഇറാൻ പോരാട്ടം സമനിലയിൽ. 2ാം ജയം തേടി അർജന്റീന ഇന്നിറങ്ങും.